നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീറോ ഓർഡർ റിയാക്ഷൻസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാം പറഞ്ഞു. ഓക്കെ, now we have a special type of first order reaction that is pseudo first order reactions. Okay, let's see what is pseudo first order reaction. For example, if I am taking a reactant A that is reacted with the B to give product C plus D. ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സപ്പോസ് ഇനീഷ്യലി എന്ന് വെച്ചാൽ എന്താ, ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എ എന്ന് പറയുന്നത് 10 മോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് 0.01 മോൾ. ഓക്കെ, ദിസ് ഇസ് 0 മോൾ, ദിസ് ഇസ് 0 മോൾ എന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ടൈം ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10-നേക്കാളും എത്രത്തോളം കുറവാണത്. ഇതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 1 ആവുള്ളൂ. ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആവുള്ളൂ. ഇതിൻ്റെ 1000 ഇരട്ടിയാണ് 1000 ടൈംസ്. അപ്പോൾ ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകും. നിങ്ങൾക്ക് ലിമിറ്റഡ് റിയേജന്റ് കൺസെപ്റ്റ് അറിയില്ലേ? The reactant which is present in lesser amount get consumed first and thereby limits the amount of product formed എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് 0.01 ഉള്ളത് ഇത് 0 മോളായിട്ട് മാറും, തീർന്നു പോകും, കാരണം അത്രയും കുറവാണ്. അപ്പോൾ ഇതോ എത്രയാണോ ഓരോ എക്കും ഓരോ ബി ആണുള്ളത്, അപ്പോൾ എത്രയാണോ ബി റിയാക്ട് ചെയ്തത് അത്ര തന്നെ എ റിയാക്ട് ചെയ്തത്, ദാറ്റ് ഈസ് 9.9 മോൾ. അപ്പോൾ ഇവിടെ 0.01 and this is 0.01. Okay, 9.99. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഓൾമോസ്റ്റ് എന്തുണ്ട്, ഇവിടെ നമ്മളിപ്പോൾ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ആണ്, ശരിയല്ലേ? പക്ഷെ ഇവിടെ എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓൾമോസ്റ്റ് 9.99 അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഓൾമോസ്റ്റ് 9.99 അവിടെ തന്നെ ഉണ്ടെന്ന് വെച്ചാൽ അത് ദാറ്റ് ഈസ് നിയർലി ഈസ് ഈക്വൽ ടു 10 മോളാണ്. എന്ന് വെച്ചാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഈക്വൽ ആയിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് 10 മോൾ പെർ 1 ലിറ്റർ. അപ്പോൾ കോൺസെൻട്രേഷനായി അല്ലേ? കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ മൊളാരിറ്റി എന്താ, മോൾ പെർ ലിറ്റർ, മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ളത് ഞാൻ കെ ഡാഷ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ കെ ഡാഷ് ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ കെ ഡാഷ് ഇൻറ്റു എ കോൺസ്റ്റൻറ്റ് ഈസ് അനദർ കോൺസ്റ്റൻറ്റ്. therefore rate is equal to K into B എന്ന് വരും. K into B. ഓക്കെ, ഈ റിയാക്ഷൻ നോക്കിയാൽ ഈ റിയാക്ഷൻ അപ്പിയർ ടു ബി സെക്കൻഡ് ഓർഡർ, കണ്ടാൽ തോന്നുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. ബട്ട് ആക്ച്വലി ഫോളോസ് വാട്ട് ഈസ് ഓർഡർ ഓഫ് ദിസ്, ഓർഡർ is equal to 1, but actually follows first order kinetics. So the reaction which is appear to be a higher order reaction, most probably second order reaction, but actually follows first order kinetics are called pseudo first order reactions. Okay, എന്താണ് pseudo first order reaction? The reaction which appear to be a second order reaction, കണ്ടാൽ second order ആണെന്ന് തോന്നും, but actually follows first order kinetics. That is called pseudo first order reactions. മനസ്സിലായല്ലോ? Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. That is first example, specific examples and the first example is hydrolysis of ethyl acetate. Hydrolysis of ethyl acetate. Ethyl acetate എന്ന് വെച്ചാൽ ഒരു എസ്റ്റർ. Okay, that's equal to CH3COO C2H5 ethyl acetate plus H2O gives ഒരു ആൽക്കഹോളും, ഓക്കെ, ഓർഗാനിക് ആണ്, ഒരു കാർബോക്സിലിക് ആസിഡും. ഓർഗാനിക് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത്. കാർബോക്സിലിക് ആസിഡും തമ്മിൽ ഒരു H+ ആയതുകൊണ്ട് പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ നിന്ന് ഒരു Hഉം ഇവിടെ നിന്ന് ഒരു OHഉം പോയിട്ട് ബാക്കിയുള്ളത് കൂട്ടി ചെയ്ത് ROCOR. ഓക്കെ, എന്ന് വെച്ചാൽ ROC ഡബിൾ ബോണ്ട് OR, ഇവിടെ നിന്ന് വായിച്ചാൽ RCOR. അതാണ് എസ്റ്റർ. എസ്റ്റർ ഉണ്ടായിരിക്കുന്നത് ആൽക്കഹോളിൽ നിന്നും കാർബോക്സിലിക് ആസിഡിൽ നിന്നും. അപ്പോൾ അതിന് എങ്ങനെ ഒരു Hഉം OHഉം പോയി എന്ന് വെച്ചാൽ പ്ലസ് അവിടെ എന്താ ഉണ്ടാകുന്നത്, പ്ലസ് H2 ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ നഷ്ടപ്പെട്ടിട്ടാണ് എസ്റ്റർ ഫോം ചെയ്തത്. അപ്പോൾ വാട്ടർ മോളിക്യൂൾ തിരിച്ചു കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആസിഡ് തിരിച്ചു കിട്ടും. CH3COH ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്യാം. ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട്
വാട്ടറിൽ OH കൂടിയും കൊടുക്കുക, H കൂടിയും കൊടുക്കുക. ഓക്കെ, OH കൂടിയും കൊടുക്കുക, H. റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, C2H5OH. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇനീഷ്യലി അറ്റ് എ ടൈം t is equal to 0, this is taken 0.01 mole and this is taken 10 mole. Excess water വേണം നടക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 0 mole, 0 mole. After at a time t, this becomes 0 mole and this become 9.9 mole. Okay, and this become 0.01 mole, this become 0.01 mole. ക്ലിയർ ആണല്ലോ. അപ്പോൾ റേറ്റ് ചെയ്തുന്ന സമയത്ത് ഇയാളുണ്ടാവില്ല, നേരിട്ട് ചെയ്താൽ ഇയാളുണ്ടാവില്ല. കാരണം എന്താ, ഇയാളുടെ ചേഞ്ച് വളരെ കുറവാണ്. ഇയാൾ ഇപ്പോഴും 10 മോളിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പം ആ റിയാക്ടൻറ്റിൻ്റെ ചേഞ്ച് ഇവിടെ 100% റിയാക്ടൻറ്റും റിയാക്ട് ചെയ്ത് തീർന്നു. ഓക്കെ, ദാറ്റ് റേറ്റ് ഇസ് ഇക്വൽ ടു K ഇൻറ്റു CH3 COO C2H5. Okay, C2H5 and the order is equal to 1. The reaction is appeared to be second order. ഇത് കോംപ്ലക്സ് റിയാക്ഷൻ ഒന്നുമല്ല, ദീസ് ഓൾ ആർ എലമെന്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് റിയാക്ഷനിൽ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പോൾ അവിടെ നമ്മളെ റേറ്റ് ഇക്വേഷനകത്തുള്ള റേറ്റ് ഇക്വേഷൻ എന്തായിരുന്നു, റേറ്റ് ഇസ് ഇക്വൽ ടു K ഇൻറ്റു A raised to X ഇൻറ്റു B raised to Y ആണ്. X and Y may or may not be equal to stoichiometric coefficient എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. X and Y not equal to stoichiometric coefficient in case of complex reaction എന്നും equal to elementary reaction in equal to A and B in elementary reaction എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു elementary reaction ആണ്, but not equal. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആണ്. appear to be second order but actually follows first order kinetics. Okay, that is pseudo first order reaction. And the second example is hydrolysis of sucrose. Sucrose is also called cane sugar. It is also called inversion of cane sugar. നമ്മൾ കെയിൻ ഷുഗറിനെ പറ്റിയൊക്കെ അതിൻ്റെ ഇൻവേർഷനെ പറ്റിയൊക്കെ ഒരു ചാപ്റ്ററിൻ്റെ ബയോമോളിക്യൂൾസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കെയിൻ ഷുഗറിൻ്റെ ഇൻവേർഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ കോൺഫിഗറേഷൻ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓർഗാനിക്കിലും ബയോമോളിക്യൂളിലും പഠിക്കും, എന്തുകൊണ്ട് അതിന് ഇൻവേർഷൻ വിളിച്ചു എന്നുള്ളത്. അതിന് യൂസ് ചെയ്യുന്ന എൻസൈംസിൻ്റെ പേര് എന്താ, ഇൻവേർട്ടേഴ്സ് എന്ന്. ഓക്കെ, എന്താവട്ടെ, sucrose is C12H22O11 plus H2O. In the presence of an acid or enzyme inverters, you will get C6H12O6 plus C6H12O6. ഒന്ന് ഗ്ലൂക്കോസ്, മറ്റൊന്ന് ഫ്രക്ടോസ്. ഓക്കെ, ഇവിടെ ശരിക്ക് കോൺഫിഗറേഷൻ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺഫിഗറേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്യൂക്രോസിനകത്തുണ്ടായിരുന്നത് കോൺഫിഗറേഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇത് നേരെ തിരിയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡെക്സ്ട്രോ ലീവോ എന്നൊക്കെ പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതുകൊണ്ടാണ് അതിന് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്, ഇവിടുത്തെ മാറ്ററേ അല്ല. അപ്പോൾ ഈ കേസിലും ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ വാട്ടർ ആബ്സെൻ്റ് ആയിരുന്നു. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11 അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഓർ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്യൂക്രോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഡർ എത്രയാണ്, ഓർഡർ ഇസ് ഈക്വൽ ടു 1. appear to be second order but actually follows first order kinetics. Such reactions, such specific class of first order reactions are called pseudo first order reaction. Okay, അപ്പോൾ അത് എൻട്രൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അവിടെ രണ്ട് ക്ലാസ് ഓഫ് റിയാക്ഷൻസ്, അത് രണ്ടും എൻട്രൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, and the first one is first order growth reactions. First order growth reactions. That is for bacteria multiplication. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ വൈൻഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആൻഡ് വൈറസ് ഗ്രോത്ത്. ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ സമയമല്ലേ, വൈറസ് ഗ്രോത്ത് എക്സ്പൊണൻഷ്യലായിട്ട് നടക്കുന്ന സമയമാണ്. ഓക്കെ,
About 2000 cases in Kerala itself. Okay? About virus growth or bacteria multiplication follows first order. That follows first order. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റതിലൊക്കെ റിയാക്ടൻ്റ് എന്ത് ചെയ്യുക, കുറയുക ചെയ്യാം. പക്ഷെ ഇവിടെ ബാക്ടീരിയനെയോ വൈറസിനെയോ നിങ്ങൾ എന്താക്കി എടുക്കുമ്പോൾ, റിയാക്ടൻ്റ് ആക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ടൈം, ഓക്കെ, പോപ്പുലേഷൻ. ബയോളജിയിൽ യൂസ് ചെയ്യുന്ന ടേം ഉണ്ട്, ഓർ കൊളോണി എന്ന് പറയും. ഓർ കൊളോണി, population or colony. Okay. At a time t is equal to 0, time t is equal to 0 ആകുമ്പോൾ ഇതിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A അല്ലെങ്കിൽ R0. R0ന് പകരം നമ്മൾ A എടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, A-X ഒക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അറിയില്ലേ? R0ന് പകരം A എടുക്കും, Rന് പകരം A-X. എയിൽ നിന്ന് X കുറഞ്ഞു. അങ്ങനെയല്ലേ നമുക്ക് പിന്നെ റേറ്റ് ഇക്വേഷൻ K is equal to 2.303 by T log R0 by R or 2.303 by T log A divided by A-X എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ A ഇത്രയും വൈറസ് ആണുള്ളത് എങ്കിൽ, ഇത്രയും ബാക്ടീരിയ ആണുള്ളതെങ്കിൽ അറ്റ് ടൈം T is equal to 0 ആണ്. അറ്റ് ടൈം T ഇതിനോട് A-X നമ്മൾ കൊടുത്തിരുന്നത്, ബട്ട് ഹിയർ A+X. ഓൾ ദ ഇക്വേഷൻസ് ആർ ചേഞ്ച്ഡ്. ഇവിടെ കുറയല്ല, ഇവിടെ കൂടുക. Okay, this is very important. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഈ ചേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ചതിലേക്ക് വരുത്തിയാൽ മതി. ദിസ് ഇസ് ഗ്രോത്ത് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. പക്ഷേ കൂട്ടത്തിൽ എന്താണ് അതിൻ്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെ വരും? dx/dt is equal to k into R ആണ്. K into R എന്ന് പകരം എന്താ? K into initial concentration plus the growth X. Okay. So dx by A plus X is equal to K dt. dx by A plus X is equal to K dt. Okay. Integrate here. Integral dx by A plus X is equal to K into integral dt. Okay. Integral dx by X ln X. അപ്പോൾ ln of A plus X is equal to Kt plus constant of integration, equation number 1, constant of integration. At a time t is equal to 0, എന്താ വരിക? X is equal to എന്ത് വരും? 0. കാരണം എന്താ? ഗ്രോത്ത് നടന്നിട്ടില്ല. At a time t is equal to 0, X is equal to 0. അപ്പോൾ therefore I is equal to എന്താ പറയുക? K into t 0 ആയില്ലേ? ln A. ഇതിലേക്ക് കൊടുത്താൽ മതി. X 0 ആയി, t 0 ആയി. I is equal to ln A. Equation number 1 gives ln A plus X is equal to Kt plus ln A. Kt plus ln A. ln A plus X is equal to Kt plus ln A. This is the integrated rate equation for virus growth or bacteria growth. Okay? ഇനി നമുക്കതിന് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. Kt is equal to ln A plus X minus ln A. ln A plus X minus ln A. Okay? Kt is equal to ln of A plus X divided by A. Okay? That is Kt is equal to ln, that's equal to K is equal to 1 by T ln A plus X by A. 1 by T ln A plus X by A. This is the equation for rate constant. Okay, clear ആണല്ലോ? That is K is equal to 2.303 by T log A plus X divided by A. This is the equation to find out the virus growth. ഇവിടെ ഇനീഷ്യലി എത്ര വൈറസ് ഉണ്ട്, എത്ര കൂടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ 2000 viruses becomes 50,000 എന്നാവുകയാണെങ്കിൽ എന്താ? A is equal to 2000. A plus X is equal to 50,000. കാരണം അത് 50,000 ആയിട്ട് മാറും. അത് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്താൽ മതി. സോ അവിടെ നോളജ് നമുക്ക് വേണ്ടത് എന്താ? That is following first order kinetics and there is growth, knows the decomposition. മറ്റതിൽ എന്താണ്? കുറഞ്ഞു പോവാണ്, ഇത് കൂടി പോവാണെന്നുള്ള വ്യത്യാസം. Okay, and the next is very important, radio activity.
radioactivity, or we can say nuclear reactions. നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞതാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഓക്കെ, ഫോർ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഓർ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നൊക്കെയാണ് നമ്മൾ ടേമുകൾ യൂസ് ചെയ്യുക. ന്യൂക്ലിയസ് എന്ത് ചെയ്യണം, ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്, ഒരു ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്ത് ഡീകെ ചെയ്തിട്ട് ഇതിൽ നിന്നും റേഡിയേഷൻസ് പുറത്തേക്ക് പോകുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു യുറേനിയം ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ ന്യൂക്ലിയസുകളായിട്ട് മാറുക. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്തിട്ട് B+C ആവുകയാണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ബ്രേക്ക്, അപ്പോൾ ഇനീഷ്യൽ ന്യൂക്ലിയായി എ എന്ന് പറയുന്ന റിയാക്ടന്റ് B+C ആയിട്ട് മാറി. അപ്പോൾ ഇനീഷ്യൽ ന്യൂക്ലിയനെ നമുക്ക് എന്തെടുക്കാം, N0, R0ക്ക് പകരം N0 എന്ന് വെച്ചാൽ അറ്റ് എ ടൈം T = 0 N0, അറ്റ് എ ടൈം T N ആണ്. ഓക്കെ, N ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് -dR/dt ഈസ് ഈക്വൽ ടു KdT എന്നൊക്കെ ചെയ്താൽ അല്ലേ, -dR/dt ഈസ് ഈക്വൽ ടു -dR/R -dR/R ഈസ് ഈക്വൽ ടു KdT എന്ന് വെച്ചാൽ നമുക്ക് R ഗീവ്സ് പ്രൊഡക്ട്സിൽ -dR/dt ഈസ് ഈക്വൽ ടു K × R ആണ്. അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതേപോലെ ഇവിടെ -dN/dt ഈസ് ഈക്വൽ ടു Kക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുക ലാംഡ. ദിസ് ഈസ് നോട്ട് റേറ്റ് കോൺസ്റ്റന്റ്, ഗാമ ഈസ് ഡീകെ കോൺസ്റ്റന്റ്. ആക്ച്വലി റേറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്. റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനാണ് പറയുക, ന്യൂക്ലിയർ റിയാക്ഷൻസിന് ഡീകെ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് സിംപ്ലി ദ റേറ്റ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു എന്താ വരിക, -dN/N ഈസ് ഈക്വൽ ടു K × R ന് പകരം ലാംഡ ഇൻറ്റു N. ഓക്കെ, -dN/N ഈസ് ഈക്വൽ ടു ലാംഡ N, -dN/N ഈസ് ഈക്വൽ ടു ലാംഡ N. ക്ലിയർ ആണല്ലോ? ഓക്കെ, and let's see what is happening. Let's place this here, -dN/N is equal to, if it is not observable, you just see, I will explain again, -dN/dt is equal to lambda n, -dN/dt is equal to lambda n, -dN/n is equal to lambda n. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് dN/n ഓക്കെ ഇസ് ഈക്വൽ ടു എന്താ പറയുക, അവിടെ കോൺസെൻട്രേഷൻ ടേമിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മളത് യൂസ് ചെയ്യാറില്ല. നമുക്ക് ഇങ്ങനെ എഴുതാം, -dN/n is equal to lambda dt. ഓക്കെ, dN/n കോൺസെൻട്രേഷൻ എന്ന് റിയാക്ടന്റിന് എഴുതാം, dN/n is equal to -lambda dt. മറ്റതുപോലെ തന്നെയാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്ത് വരും, ഇത് ഡെറിവേഷൻ ഒന്നും പഠിക്കാം. ln n is equal to -lambda t plus I. അതിനെ നമ്മൾ when t is equal to 0, n is equal to n0. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1 ഗീവ്സ് ln n0 is equal to I. അത് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ln n is equal to -lambda t plus ln n0. ln r is equal to -kt plus ln r0 പോലെ തന്നെ ln n is equal to -lambda t plus ln n0. ln n plus -lambda t plus ln n0 എന്ന് കിട്ടി. ഓക്കെ, അതവിടെ നേരത്തെ ഇക്വേഷൻ വെരി സിമിലർ, പക്ഷെ ഇവിടെ നമ്മൾ ലാംഡയാണ് യൂസ് ചെയ്യുക. ഇത് ഇനീഷ്യൽ ന്യൂക്ലിയായി, ഇത് ന്യൂക്ലിയസ് അറ്റ് ടൈം ടി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്താ, ലെറ്റ്സ് മീ റൈറ്റ് ദാറ്റ് once again. Let ln n is equal to -lambda t plus ln n0. ln n0. This equation of the form y is equal to mx plus c. So if you draw a graph by taking ln n along y-axis and t along x-axis, you will get a graph like this, and with y-intercept ln n0 and slope is equal to -lambda. അറിയാലോ? ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ കേക്ക് ഒരു ഇക്വേഷൻ, ലാംഡക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എന്താ കിട്ടുക, ln n/n minus ln n0
is equal to minus lambda t. ഇതൊന്ന് ലാംഡക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ലാംഡ is equal to ln lambda t is equal to ln n0 minus ln n. ഓക്കെ ആണല്ലോ? ലാംഡ is equal to 1 by t ln, അത് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്ന് ഡിറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. 1 by t ln n0, സോറി 1 by t ln n0 by n, 1 by t ln n0 by n. ആ ഇക്വേഷൻ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, ക്ലിയർ? അഡീഷണൽ ആയിട്ടുള്ള പോയിന്റാണ്, ഞാൻ പെട്ടെന്ന് റഷ് ചെയ്താണ് പറഞ്ഞു പോകുന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു 1 by t. പിന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കൊണ്ടു കൊടുക്കുകയാണ്. എന്താ ഇവിടെ നേരെ മേലെ കിട്ടിയ ഇക്വേഷൻ എന്താ? ln n മൈനസ് ln n0 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ശരിയല്ലേ? ദാറ്റ് ഈസ് ലാംഡ ടി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൈനസ് ലാംഡ ടി ഇസ് ഈക്വൽ ടു ഇത്രയും കിട്ടി എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ln n ബൈ n0 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ഓക്കെ, ln n ബൈ n0 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ആൻറ്റി ln എടുക്കുക. അപ്പോൾ എന്താ പറയുക? ഇത് ഇ റൈസ് ടു കൊടുക്കണം. അപ്പോൾ അതും കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് n ബൈ n0 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി, എക്സ്പോണൻഷ്യൽ ഫോം. n ഇസ് ഈക്വൽ ടു n0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നു. എനിക്കിപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? R0 ഉള്ളിടത്ത് n0, റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് ഇനീഷ്യൽ ന്യൂക്ലിയർ, R ഉള്ളിടത്ത് n. ഇത്ര വ്യത്യാസമുള്ളൂ. ക്ലിയർ ആണല്ലോ? And this is the exponential form of the equation. Okay? അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്ത്? R is equal to R0 divided by 2 raised to n. എന്നൊരു ഇക്വേഷൻ ഉണ്ട്. R is equal to R0 divided by 2 raised to n. എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ. R is equal to 1 by 2 raised to n into R0. അതിന് പകരം n is equal to 1 by 2 raised to n into n0 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. Okay, or n by n0 is equal to 1 by 2 raised to n. That will help you in problems. This is all about radioactive decay reactions. Okay, and let's do a problem. ഒരു problem ചെയ്യാം. Okay, question. If there are question ആണ്, if there are question, if there are 60 grams of neptunium 240 present, how much neptunium 240 will remain after 4 hours? T half of neptunium 240 is equal to 1 hour. ഇതാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. We should do this problem. Okay, എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന, അതായത് റിയാക്റ്റൻ്റ് അൺറിയാക്റ്റഡ് ആയിട്ടുള്ളത്? നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ R is equal to 1 by 2 raised to n R0. ഇതെന്താ? റിയാക്റ്റൻ്റ് ലെഫ്റ്റ്, ബാക്കിയുള്ളത് റിയാക്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അതേപോലെ we have an equation. What is that? That is n is equal to 1 by 2 raised to n into n0. This is the എത്രയാണോ ലെഫ്റ്റ് ആയിട്ടുള്ളത്, ന്യൂക്ലിയസ് എത്രയാണോ ലെഫ്റ്റ് ആയിട്ടുള്ളത്, ഹൗ മച്ച് നെപ്റ്റ്യൂണിയം 240 വിൽ റിമൈൻ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് the mass left is equal to 1 by 2 raised to n into എത്ര ഗ്രാം ആണുള്ളത്? നെപ്റ്റ്യൂണിയം 240 എത്ര? if there are 60 ഗ്രാം ആണുള്ളത്, അപ്പോൾ 60 ഗ്രാമിൻ്റെ 1 by 2 raised to n, ഓൾറെഡി ഉള്ളത് 60 ഗ്രാം, അതിൻ്റെ 1 by 2 raised to n. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by എത്രയായിരിക്കും? 60 ഗ്രാം ഓഫ് നെപ്റ്റ്യൂണിയം 240ൻ്റെ 60 ഗ്രാം, 240ൻ്റെ 60 ഗ്രാം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഹവർ അടുത്തത്?
that is will remain after 4 hours. Okay, so that is 2 raised to 4 into 60. That will be is equal to 3.75 gram. Okay, അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ഒരു സംഗതി, അതായത് മാസ് റിമൈൻസ്, മാസ് ലെഫ്റ്റ് അല്ലേ, അതല്ലേ ചെയ്തത്. മാസ് ലെഫ്റ്റ് എന്താ നമ്മൾ ചെയ്തത്, എങ്ങനെയത് 1/2⁴ into 60. എവിടുന്നാണ് ഈ 4 കിട്ടിയത്? നമ്മുടെ ഇക്വേഷൻ എന്താ, 1/2n into എന്താ n0 ആണ്. ഓക്കെ, n0 എന്ന് വെച്ചാൽ അത് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. മാസ് എത്രയാണോ ഉള്ളത്, 60 ഗ്രാം ഉള്ളത് നിന്നും എത്ര ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ 2n എന്ന് വെച്ചാൽ എന്താ, n is equal to number of half lives ആണ്, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ്. ഓക്കെ, നമുക്ക് ഹാഫ് ലൈഫ് എത്ര വന്നിട്ടുണ്ട്, t ഹാഫ്. ഓക്കെ, ടോട്ടൽ ടൈം എത്രയാണ്, ടോട്ടൽ ടൈം t is equal to t half is equal to 1, ടോട്ടൽ ടൈം is equal to 4. ഓക്കെ, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് n is equal to t divided by t half is equal to 4/1. അതാണ് നമ്മളിവിടെ 4 ആക്കി എടുത്തത്. സോ ദാറ്റ് ഈസ് 1/2⁴. ഞാനത് ഡയറക്റ്റ് ചെയ്തു പോയതാണ്. ആൻഡ് ദ എക്സ്പ്ലനേഷൻ ഹിയർ 1/2⁴ into 60 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 3.75. അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ. മനസ്സിലായില്ലേ, എങ്ങനെയാണ് 3.75 കിട്ടിയതെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ? ഓക്കെ, ആൻഡ് ലെറ്റ് മീ ഡു അനദർ one more problem. Let me take the question. Okay. Second question. Question short ആക്കിയതാണ്. A drug become ineffective after 30% decomposition. A drug become ineffective after 30% decomposition. The original concentration of a sample was 5 milligram per ml, which becomes 4.2 milligram per ml during 20 months. Okay, assuming the decomposition is first order, assuming our question calculate the expiry time of drug in month. Expiry time calculate cheyyanam. And what is half life of reaction, എത്രയാണ് t half, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അസ്യൂമിങ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഡ്രഗ് എന്ത് ചെയ്യാണ്, നമ്മൾ വെറുതെ വെച്ചപ്പോൾ അത് ഡിക്കമ്പോസ് ചെയ്ത് പോവാണ്. അത് ഡിക്കമ്പോസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 milligram per ml ആണ്. അത് 4.2 milligram per ml ആയിട്ടുണ്ട് 20 മാസത്തിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പയറി ടൈമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ K കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇക്വൽ ടു 2.303/t log A divided by A minus 6 or R0 divided by R. That's equal to 2.303/20 month log 5 divided by R is this R0, 5 divided by 4.2. Okay, that's equal to 0.00872 month inverse. കാരണം ബൈ ടൈം ഉണ്ട്, മന്ത് ഇൻവേഴ്സ്. ക്ലിയർ ആണല്ലോ? അത്രയാണ് K. ഇനി നമ്മളോട് ചോദിച്ചത് ടൈമാണ്, T ആണ് കാണുന്നത്. ഓക്കെ, T കാണാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ ജസ്റ്റ് പ്ലേസ് ദിസ് ഹിയർ. T കാണാൻ വേണ്ടിയിട്ട് T ഈസ് ഈക്വൽ ടു എന്താ വരിക, T ഈസ് ഈക്വൽ ടു എന്താ 2.3, അതേ ഇക്വേഷൻ 2.303/K log എത്രയാ, അവിടെ 30% ഡിക്കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
30% ഡിക്കമ്പോസ് ചെയ്ത് ദ ഡ്രഗ് ബിക്കം ഇൻഎഫക്റ്റീവ്. അതായത് നമുക്ക് ടി എക്സ്പയറിയാണ് കാണുന്നത്, എക്സ്പയറി ടൈമാണ് കാണുന്നത്. അപ്പോൾ 30% ഡിക്കമ്പോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡ്രഗ് ബിക്കം ഇൻഎഫക്റ്റീവ് ആഫ്റ്റർ 30%. അപ്പോൾ ആദ്യം 100 ഉണ്ട്, പിന്നെ 100 മൈനസ് 30 ദാറ്റ്സ് ഈക്വൽ ടു 2.303 ബൈ കെ ലോഗ് 100 ബൈ 70. കാരണം 30% ഡിക്കമ്പോസ് ചെയ്യുമ്പോഴാണ് അത് ഇൻഎഫക്റ്റീവ് വന്നത്. അതാണ് അതിൻ്റെ എക്സ്പയറി. അതിനാവശ്യമായ ടൈം. നമ്മൾ ഈ കാൽക്കുലേഷൻ എന്തിനാണ് ചെയ്തത്? കെ കണ്ടുപിടിക്കാൻ. ഒരു ഇക്വേഷനിൽ ഒരു റിയാക്ഷനിൽ കെ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദിസ് യു വിൽ ഗെറ്റ് 41 months, ഓൾമോസ്റ്റ് 41 months എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ എക്സ്പയറി ടൈം. 41 മാസം യൂസ് ചെയ്യാം. ദിസ് ഇസ് ദ എക്സ്പയറി ടൈം. പിന്നെ ചോദിച്ചത് ടി ഹാഫ് ആണ്. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 0.693 ബൈ കെ. കെ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. 0.693 by k. 0.693 divided by 0.00872. That's equal to 79.4 month inverse. ഞാൻ കാൽക്കുലേഷൻ മെത്തേഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഒക്കെ എന്ത് ചെയ്യാം കാണിച്ചിട്ടില്ല. ഓക്കെ, that is a problem. Okay, and the next is very rare. That is, some of the reactions are negative. Any negative order reactions are possible. And what is a specific example? That means concentration കൂട്ടുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റ് എഫക്റ്റഡ് അല്ലാത്തതുണ്ട്, അത് 0 ഓർഡർ. കൂടുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഓക്കെ, കുറയുന്ന റിയാക്ഷൻസ്. ഓക്കെ, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിക്രീസസ് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഇൻക്രീസ്ഡ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ അതാണ് 0 ഓർഡർ റിയാക്ഷൻ. ഓസോൺ, ഡികമ്പോസിഷൻ ഓഫ് ഓസോൺ ടു ഓക്സിജൻ. Decomposition of ozone to oxygen, that is 2O3 gives 3O2. Okay, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുതുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു O3 റേസ് ടു 2 ഇൻറ്റു O2 റേസ് ടു -1. ഇത് ഒരു എന്താണ് ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല, വേറെ സ്റ്റെപ്പ് ഉണ്ട്, കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൽ ഓക്സിജൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് O3ൻ്റെ ഡികമ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുകൊണ്ട് ഈ റേസ് ടു -1 ഇവിടെ വരുന്ന ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. സോ ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു O2 ഇസ് ഈക്വൽ ടു -1. അങ്ങനെയല്ല, വിത്ത് റെസ്പെക്ട് ടു റിയാക്ടൻ്റ് എന്താവാം? മൈനസ് ആവാം. ദാറ്റ് ഈസ് നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻ. ജസ്റ്റ് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡികമ്പോസിഷൻ ഓഫ് ഓസോണിൽ O2ൻ്റെ ഇതെന്താണ്? പിന്നെ that will be negative. Okay, പിന്നെ വരുന്നത് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഫ്രാക്ഷണൽ ഓർഡർ എന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ ഏതെങ്കിലും ഫ്രാക്ഷൻ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വൺ ഓഫ് ദ റിയാക്ടർ. ഏതെങ്കിലും റിയാക്ടറിന് ചിലപ്പോൾ എന്താ ഫ്രാക്ഷൻ ആവാം, അതുകൊണ്ട് ടോട്ടലും ഫ്രാക്ഷൻ ആവാം. അതിനൊരു ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് ദാറ്റ് ഈസ് ക്ലോറോഫോം CHCl3 പ്ലസ് ക്ലോറിൻ ഗിവ്സ് CCl4 പ്ലസ് HCl എന്ന് പറയുന്ന റിയാക്ഷൻ്റെ എക്സ്പെരിമെൻ്റലി റേറ്റ് ഇക്വേഷൻ എഴുതിയപ്പോൾ ദറ്റ് ഇസ് K ഇൻറ്റു ക്ലോറോഫോം CHCl3 ഇൻറ്റു Cl2 റേസ് ടു ഹാഫ്. സോ ദിസ് ഈസ് ഫ്രാക്ഷണൽ ഓർഡർ. എൻ്റെ കൂടി ആഡ് ചെയ്താലും ഫ്രാക്ഷണൽ ഓർഡർ. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ. ഓക്കെ, അതേപോലെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് പാരാഹൈഡ്രജൻ, ഓർത്തോ ഹൈഡ്രജൻ. ന്യൂക്ലിയസിനകത്തുള്ള സ്പിൻ അനുസരിച്ച് ഹൈഡ്രജൻ്റെ 2 സ്പിന്നുകളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് ഓർത്തോ ഹൈഡ്രജൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ എൻട്രൻസ് പോയിന്റിൽ 2 സ്പിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് പാരാഹൈഡ്രജൻ. എന്ത് സ്പിന്നാണ് അത്? ദിസ് ഇസ് ന്യൂക്ലിയർ സ്പിൻ, ന്യൂക്ലിയസിനകത്തുള്ള സ്പിന്നാണ്, അല്ലാണ്ട് ഇലക്ട്രോണിൻ്റെ സ്പിന്നല്ല. ഓക്കെ, ദാറ്റ് ഈസ് ഓർത്തോ ഹൈഡ്രജൻ, പാരാഹൈഡ്രജൻ. ദാറ്റ് ഈസ് conversion of parahydrogen to orthohydrogen is possible at a high temperature. അതിന് റേറ്റ് എഴുതിയാൽ റേറ്റ് is equal to K into പാര എന്നുള്ളതിന് സ്മോൾ ലെറ്റർ P, പാരാഹൈഡ്രജൻ റേസ് ടു 1.5. ഓക്കെ, ദാറ്റ് ഈസ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ്സ് അബൌട്ട് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ്.
ഓക്കെ, ഇനി നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അതും എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും പറയാനുണ്ട് കേട്ടോ. അവിടെ നമ്മളൊരു റിലേഷനാണ് പറയുന്നത്, ദറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഇൻ ദ സെൻസ് പ്രോബ്ലംസിൻ്റെ സെൻസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വെരി ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. ഈ സെഷൻ്റെ ഒരു പ്രത്യേകത കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, ഫില്ല് ചെയ്യാം. യു ആർ ഫില്ലിങ്. ഓക്കെ, എന്താ ഫില്ല് ചെയ്യുന്നത്? നമ്മൾ എൻട്രൻസിന് വേണ്ട പോയിന്റ്സ്. അല്ലാണ്ട് ഇവിടെ ആകെ ഞാനൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ മാത്രമേ NCERT ബേസിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നതാണ്. അതിൽ ആൽഫ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഡിസോസിയേറ്റഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ ആണ്. നമ്മൾ സൊല്യൂഷൻ ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്തു. ആൽഫന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. മാക്സിമം വാല്യൂ ലിമിറ്റ്. അതായത് ആൽഫ ഈസ് 0 to 1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഗിവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ. ഓക്കെ, അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ആണ്, ഇത് 0. ഓക്കെ, അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ എടുക്കുക നമ്മൾ 6 ആണ് എടുക്കുക അല്ലേ. R is equal to A minus X. R is equal to ഞാൻ എഴുതിയെന്നുള്ളൂ A minus X. അപ്പോൾ ഇവിടെ എന്താ വരിക? X ആണ് വരിക. അപ്പോൾ ബൈ ഡെഫിനിഷൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ? ആൽഫ എങ്ങനെ കാണുക? ബൈ ഡെഫിനിഷൻ ആൽഫ ഇസ് ഈക്വൽ ടു number of moles dissociated. X mole are dissociated divided by number of moles taken, X by A. Okay, so X is equal to alpha A എന്ന റിലേഷൻ കിട്ടി. ആൽഫ is equal to X by A, number of moles dissociated ഇവിടെ X taken, X by A. Okay, അപ്പോൾ ഇനി നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് how will discuss this for zero order reaction. പിന്നെ ഫസ്റ്റ് ഓർഡർ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇക്വേഷൻ R is equal to minus KT plus R0 ആണ്. ഓക്കെ, R0. അപ്പോൾ ഇവിടെ R എന്ന് വെച്ചാൽ എന്താ? ശരിക്കും ദാറ്റ് ഈസ് A minus X is equal to minus KT plus A ആണ്. ഓക്കെ, minus KT plus A. That is divided by, this equation is divided by R0 minus X. That is A minus X minus KT. Let me check this. Minus KT plus A. Okay, dividing by A. Okay, that is when this is divided by A, 1 minus X by A is equal to minus KT by A plus 1. Okay, 1 minus X by A plus minus KT plus 1 എന്ന് നിങ്ങൾക്ക് കിട്ടി. Okay, so I'm just leaving this to here. That is, അങ്ങനെയാണെങ്കിൽ 1 minus X by A is alpha. 1 minus alpha is equal to പിന്നെ എന്താ ഉള്ളത്? 1 minus എന്താ? KT by A. Okay, so 1ഉം 1ഉം കട്ട് ചെയ്ത് പോയി, മൈനസും പോയി. That is alpha is equal to KT by A. Alpha is equal to KT by A or alpha is equal to KT by A എന്താ? R0. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന R0. This is the relationship between degree of dissociation and initial concentration. It is inversely proportional to initial concentration. Okay, clear? And for first order reaction. First order reaction. First order reaction. First order reaction കാര്യത്തിൽ K is equal to എന്താ വരിക? 1 by T ln R0 by R ആണ്. That's equal to 1 by T ln A divided by A minus X ആണ്. ഓക്കെ, ഇവിടെ A minus X എന്ന് വെച്ചാൽ എന്താ?
that's equal to ഇവിടെ തന്നെ 1 by t ln a divided by a minus x ന് പകരം alpha a. Okay, that's equal to 1 by t ln a divided by a into 1 minus alpha. A എന്ത് ചെയ്തു പോയി, കട്ട് ചെയ്ത് പോയി. That's equal to 1 by t ln 1 by 1 minus alpha. 1 by 1 minus alpha. Okay, അപ്പോൾ അത്രയും കിട്ടി. And let me take that. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. k is equal to 1 by t ln 1 by 1 minus alpha എന്ന് കിട്ടി. ഓക്കെ, that is kt is equal to ln 1 by 1 minus alpha. Okay, that is kt is equal to minus ln 1 minus alpha. Okay, ശരിയല്ലേ? ln of a by b is equal to minus ln b by a. 1 minus alpha by 1 ആക്കി, മൈനസ് കൊടുത്തു. ഇതൊക്കെ റിലേഷൻ ആദ്യം പറഞ്ഞതാണ്. So that is let's write minus of ln 1 minus alpha അല്ലേ? അപ്പോൾ therefore ln 1 minus alpha is equal to minus kt. ln 1 minus alpha is equal to minus kt. ln ഒഴിവാക്കിയാലോ? ln ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടും 1 minus alpha is equal to e raised to minus kt. Okay, alpha is equal to ഇതിനെ ആൽഫനെ അങ്ങോട്ട് കൊണ്ടുപോകും. 1 minus e raised to minus kt. 1 minus e raised to minus kt. ശരിയല്ലേ? മൈനസ് 1 കൊണ്ട് വിളിച്ചാൽ ആൽഫ correct. Let me check this one. I have a confusion here. Any confusions here? That is 1 minus alpha is equal to e raised to minus. Correct. This is correct. Alpha is equal to 1 minus e raised to minus kt. I had a confusion over here and here also. So that is first order reaction. And degree of dissociation, that is alpha is equal to 1 minus e raised to minus kt. Clear? And that's all. Okay, and let's just rush to the second order reactions. And for second order reaction I am not going to derive the equation കാരണം ഇത് റയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. നമുക്ക് ഡെറിവേഷൻ്റെ ആവശ്യമില്ല. I am directly giving the equation second order reaction. The order of reaction ഇതോടുകൂടി നമുക്ക് കഴിയണം. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ചാൽ 2a gives p type reactions ആണ്. That is rate is equal to k into a raised to 2 ആണ്. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെയാണ്? That is minus dk r raised to 2 r gives p, അങ്ങനെ എടുത്താലും മതി. r raised to 2 minus dr by dt is equal to k into r raised to 2. dr by r raised to 2 is equal to minus k dt. Okay, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ബാക്കി ഇൻ്റഗ്രേഷൻ ആണ്. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് an equation for second order reactions. Okay, that will be is equal to, that you note, that is 1 by r is equal to kt plus 1 by r0. This is the equation. നമുക്ക് ഹയർ ഓർഡറിനൊക്കെ ഒരു കോമൺ ഇക്വേഷൻ ഉണ്ട്. 1 by r is equal to kt plus 1 by r0. ഇതിന് പകരം എങ്ങനെ ചെയ്താൽ 1 by a minus x is equal to kt plus 1 by a. kt plus 1 by a. ഓക്കെ, അങ്ങനെയാണെങ്കിൽ k is equal to എന്താ വരിക? k is equal to 1 by t into 1 by r minus 1 by r0. 1 by r minus 1 by r0. This is the equation for rate constant. Clear ആണല്ലോ? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ കിട്ടി, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ? ദാറ്റ് ഈസ് 1 by r is equal to kt plus 1 by r0.
Okay, and K is equal to 1 by T 1 by R minus 1 by R0. R ന് പകരം എന്ത് കൊടുക്കാം? A. R0 ക്ക് പകരം A കൊടുക്കാം, R ന് പകരം A minus X ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൊടുക്കാവുന്നതാണ്. Okay, and let me draw a graph. By taking, this is of the form y is equal to mx plus c. Okay, by taking y-axis 1 by r along y-axis and t along x-axis, this is having a positive slope with a y-intercept. Okay, and I just extrapolated this to here, and this point is what? 1 by r0, and what will be the slope? The slope is equal to slope is equal to എന്ത് വരും? That's equal to k. The slope is equal to k. Okay, clear ആണല്ലോ? Slope is equal to k, and this is 1 by r0. This is 1 by r. This is the equation, and let me calculate the half-life calculate ചെയ്യാണെങ്കിൽ k is equal to എന്താ വരിക? K is equal to 1 by t half into 1 by r. ഞാനതൊന്നും പറയുന്നില്ല. 1 by r0 by 2. When t is equal to t half, r is equal to r0 by 2 minus 1 by r0. എങ്ങനെയാണ് വരിക? That is equal to എത്ര വരും? t half is equal to 1 by k into എന്താ വരിക? 2 മേലെ പോയാൽ 2 minus 1 by r0. 2 minus ഈ 2 എന്ത് ചെയ്തു? മേലേക്ക് പോയി. 2 minus 1 by r0 എന്ന് കിട്ടും. That's equal to t half is equal to 1 by r0k. 1 by r0k. This is the relation. T half is equal to 1 by r0k. Okay, അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ റേറ്റ് ഇക്വേഷനുമായി, റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷനുമായി, ഹാഫ് ലൈഫുമായി 1 by r0 into k. And if you are drawing a graph of t half versus r0, inversely proportional ആണ്. അപ്പോൾ inversely proportional ആയതുകൊണ്ട് the graph will be like this. This is a rectangular graphന്റെ natures ഒക്കെ rectangular hyperbola. The nature of the graph is rectangular hyperbola graph ആണ് നമുക്ക് കിട്ടിയത്. Okay, and if you are plotting, okay, t half along y-axis and 1 by r0 അല്ലെങ്കിൽ r0 raised to minus 1 by r0. Okay, 1 by r0. അപ്പോൾ എന്താണ്? t half എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ? t half is equal to r എന്താണ്? t half is equal to 1 by r0 into k. അപ്പോൾ t half 1 by r0 ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, r0 ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? That is, you will get a straight line with slope. What will be the slope? Slope is equal to എന്താ? 1 by k. എന്താ നമ്മുടെ ഇക്വേഷൻ? t half is equal to 1 by r0 into k. ഇതാണ് r0 raised to minus 1. Okay, this is of the form എന്താ? y is equal to mx plus c. c എന്താ? 0 ആണ്. x എന്താ? 1 by r0. അപ്പോൾ സ്ലോപ്പ് എന്താ? 1 by k. Slope is 1 by k. K അല്ല, 1 by k ആണ്. So that is the graph for half-life of a zero-order reaction. Okay, zero-order reaction's half-life ആണ് നമ്മൾ പറഞ്ഞത്. Okay, generally we are closing this session. Okay, generally for nth order reaction. Nth order. The second order is applicable. The equation is 1 by r raised to n minus 1 is equal to n minus 1 kt plus 1 by r0 raised to n minus 1. This is the general equation for an nth order reaction. Okay, k is equal to 1 by n minus 1 t
ഇൻറ്റു 1 by ഇതിനങ്ങോട്ട് കൊണ്ടുവരണം 1 by r raised to n minus 1 minus 1 by r0 raised to n minus 1. ഓക്കെ, ഇത് നിങ്ങൾ ഒരു സെക്കൻഡ് ഓർഡറിലേക്ക് കൊടുത്തു നോക്കുക. സെക്കൻഡ് ഓർഡർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് ഓർഡർ 1 by r raised to 2 minus 1 is equal to n minus 1 kt plus 1 by r0 2 minus 1 ഇതല്ലേ നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, തേർഡ് ഓർഡറിൽ ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക. ഈക്വേഷൻ വെച്ചാൽ നിങ്ങൾക്ക് തേർഡ് ഓർഡറിന് കിട്ടും, സെക്കൻഡ് ഓർഡറിനും കിട്ടും. ഓക്കെ, അപ്പോൾ തേർഡ് ഓർഡർ റിയാക്ഷൻ, തേർഡ് ഓർഡർ 1 by r raised to 3 minus 1 square is equal to n minus 1 3 minus 1 kt 2 kt plus 1 by r0 raised to 2 1 by r0 raised to 2. ഓക്കെ, അപ്പോൾ അതിൽ k എന്താ വരിക, k is equal to 1 by 2t into 1 by r raised to 2 minus 1 by r0 raised to 2. Okay, that is the equation for rate constant. ഇനി അവിടെ നമുക്ക് ടി ഹാഫ് മാത്രമേ കാണുള്ളൂ. ഫോർ nth order ടി ഹാഫ് is equal to 2 raised to n minus 1 minus 1 divided by n minus 1 into k into r0 into n minus 1. This is the equation to find out r0. Sorry, ടി ഹാഫ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ അങ്ങനെ വരിക, ടി ഹാഫ് is equal to 2 raised to 2. സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ 2 raised to 2 minus 1 എന്ന് വെച്ചാൽ 2 raised to 2 minus 1 2 raised to 1 minus 1 by, okay, divided by n minus 1 2 raised to 1 k into r0 into n minus 1 k into r0 k 1 by r0 k ആയിരുന്നു, k r0 ആയിരുന്നു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ എന്ത് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 1 by r0 k. ഓക്കെ, കിട്ടി. ഇനി തേർഡ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. You can use this equation. Okay, എന്താ കിട്ടുക, that you will get എന്താ for third order t half is equal to 2 raised to എന്താ 3 minus 1 അപ്പോൾ 2 raised to 2 4 minus 1 3 divided by n minus 1 2k 3 minus 1 2 into r0 raised to r0 square. Okay, this is the equation for in the third order reaction. Clear ആണല്ലോ? അപ്പോൾ നമ്മൾ nth order പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, തേർഡ് ഓർഡർ കിട്ടി. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് പ്രോബ്ലം സെഷനിലേക്ക് വരുമ്പോൾ എല്ലാ പോസിബിൾ ഗ്രാഫ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഈ ചാപ്റ്ററിൽ, അതായത് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഈ സെഷനിൽ പഠിച്ചത് കംപ്ലീറ്റ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ന് വെച്ചാൽ NCERT-യിൽ പറയാത്ത കാര്യങ്ങളാണ് സെക്കൻഡ് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓർഡറിനെ പറ്റി പറയുന്നുണ്ട്, തേർഡ് ഓർഡറിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഓർഡറിൻ്റെയോ തേർഡ് ഓർഡറിൻ്റെയോ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനോ അതേപോലെ ഹാഫ് ലൈഫോ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, പക്ഷേ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ അവിടെ ഉണ്ട്. അതേപോലെ ഫസ്റ്റ് ഓർഡർ ഗ്രോത്ത് റിയാക്ഷനോ ന്യൂക്ലിയർ റിയാക്ഷനോ അതിലില്ല. എന്ന് വെച്ചാൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒഴികെ ബാക്കി പറഞ്ഞത് പ്യുവർലി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കാം. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.